തീർത്തതാണ്. നോട്ടം, നമ്മളെ അങ്ങ് സംശയം, നോട്ടം, പിന്നെ അവരെല്ലാം തികഞ്ഞതാണ്, നമുക്ക് കഴിവുകളില്ല എന്ന് പറഞ്ഞ് വർഷങ്ങൾ ഞാൻ ഇതറിയാവുന്നൊരു വ്യക്തിയുണ്ട്. വർഷങ്ങൾ ഞാൻ തരണം ചെയ്ത് അവരെ പേടിച്ചാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഇതേപോലെ എനിക്ക് പൊതുജനങ്ങളിൽ നിന്നുണ്ടാവുന്നുണ്ട് അനുഭവം, പൊതുജനങ്ങളിൽ നിന്ന്. അപ്പോൾ എന്തുമാത്രം അനുഭവമാണ് ഞാൻ അനുഭവിച്ച് തീർത്തത്. പക്ഷേ ഇപ്പം ഞാൻ പ്രതികരിച്ച് തുടങ്ങി. പുരുഷന്മാരാരും എന്നോട് കളിക്കത്തില്ല. അതിൻ്റെ വിഷയം ഞാൻ അടുത്ത ഷോർട്ട് വീഡിയോയിൽ പറയാമെന്നാണ് കരുതുന്നതെങ്കിലും ഷോർട്ട് വീഡിയോ ആയിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലോങ് ആയിട്ട് തന്നെ പോകത്തുള്ളൂ. അതല്ലേ നല്ലത്. കേൾക്കാൻ പറ്റുന്നവർ കേട്ടാൽ മതി. ഇത് എൻ്റെ സത്യങ്ങളാണ് ഞാനവിടെ ബോധ്യപ്പെടുത്തുന്നത്. ടി വിയുടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. സൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ കൊച്ചു കിടന്ന് ഭയങ്കര പ്രശ്നമാണ്. ഇയാൾക്കിന്ന് പനിയായിട്ടിരിക്കുകയാണ്. ഈ സ്കൂളിൽ നിന്നാണല്ലോ കുട്ടികൾ പനിയും കൊണ്ടുവരുന്നത്. മറ്റു കുട്ടികളുടെ പനിയും കൂടെ അവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പോയി എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇന്ന് ലീവായി. ഇനിയിപ്പോൾ നാളെ പോകണം. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന കാര്യം പിടികിട്ടില്ല. അപ്പം ഏത് മതത്തിൽ നിന്നായിരുന്നുള്ളൂ. കാരണം ഇവർ ഈ ചെയ്യുന്നത് ചന്ദനക്കുറിയിട്ട് ഒരു ചരടുമൊക്കെ കൈ കെട്ടി വരുമ്പം നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? അങ്ങനെ കെട്ടുന്നവരാരായിരിക്കും? അപ്പോൾ അങ്ങനെയുള്ള പുരുഷന്മാരുടെ തിക്താനുഭവം, നോട്ടം, തൊട്ടി ഉരുമി ഇരിക്കുക, എനിക്കത് റെസിനേറ്റ് ആവുന്ന കാര്യമല്ല. ഞാൻ നല്ല രീതിയിൽ ഇപ്പോൾ പ്രതികരിക്കാനുണ്ട്. ആരും എന്നോടങ്ങനെ കളിക്കത്തില്ല. പക്ഷേ ഇനിയുള്ള കൊച്ചു പെൺപിള്ളേരോട് ആരും ഇത് ചെയ്യാതിരിക്കാനാണ് കൂടെയാണ് ഞാൻ പ്രതികരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർക്ക് നല്ലതുണ്ടാവട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പം ഞാൻ. അല്ലാതെ എനിക്ക് വേണ്ടിയല്ല ഞാൻ പ്രതികരിക്കുന്നത്, മറ്റുള്ളവരെ. കാരണം ഇവിടെ പീഡനങ്ങളൊക്കെ കൂടുന്നത് പ്രതികരണം ഇല്ലാത്തത് കൊണ്ടാണ്. പ്രതികരണ ശേഷി ഒരാളെങ്കിലും ഉണ്ടായാൽ മതിയെന്നാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായം. അതിലൂടെ ആണുങ്ങൾ കുറച്ചൊക്കെ നന്നായി വരുമെന്ന് ചിന്തിക്കാം. കേരളം നന്നായി വരുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. അപ്പോൾ ഞാൻ ഒരുപാട് വിവാഹിതരായ പുരുഷന്മാരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഒരുപാട് തിക്താനുഭവം ഏറ്റത്. ഞാനത് തരണം ചെയ്ത് നിന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്നെ പത്രത്തിൽ കണ്ടേനെ നിങ്ങൾ. അതുകൊണ്ട് എനിക്ക് ഏത് പാതിരാത്രി വേണമെങ്കിലും ഇപ്പോൾ യാത്ര ചെയ്യും. കാരണം എനിക്കതിനുള്ള കാലിബറുണ്ട്, എനിക്കതിനുള്ള ഗഡ്സുണ്ട്. ഞാനൊരു പുരുഷനെ പോലെയും കൊച്ചിനെ നോക്കിയതാണ്. അതുകൊണ്ട് പ്രതികരിക്കുക. നിങ്ങൾക്ക് പറ്റും. നമുക്ക് സ്ത്രീകൾ പ്രതികരിക്കണം. അപ്പോൾ ഇവന്മാരുടെ ഈ നോട്ടം, ഇവന്മാരുടെ വീട്ടിലില്ലേ പുരുഷന്മാർ? നമുക്കറിയാവുന്ന ഏറ്റവും അടുത്തവർ പോലും മറ്റുള്ള സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. ഉറപ്പായിട്ട് ചെയ്യുന്നില്ല. ഇപ്പം അവരൊക്കെ ഇപ്പോൾ കരുതുന്നത് ദൈവമേ ഇത് നമ്മുടെ പേരും കൂടെ വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വലിയ രാജാക്കന്മാരാവാൻ നോക്കും. ആകണ്ട. സത്യത്തിൻ്റെ മുഖം എപ്പോഴും വികൃതമാണ്. അതെന്തെങ്കിലും പുറത്ത് അറിയുമെന്നല്ല, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് കിട്ടും. മക്കളുണ്ടല്ലോ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അമ്മയുണ്ടോ സഹോദരിയുണ്ടോ അവരെ റെസ്പെക്റ്റോടെ കാണാത്തവരാണ് മറ്റ് സ്ത്രീകളെ റെസ്പെക്റ്റ് ഇല്ലാതെ കാണുന്നത്. ശരി, പ്രേമമൊക്കെ ഓക്കെ, അതൊക്കെയാണ്. കാരണം അവർ സ്നേഹിക്കുന്ന പെണ്ണ് അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ചെറുക്കൻ. ഇതങ്ങനെയല്ല. കണ്ണി കണ്ട പെണ്ണുങ്ങളെയെല്ലാം ഒരുമാതിരി യാത്ര ചെയ്യുമ്പോൾ അവരുടെ കുടുംബത്തേക്ക് നമ്മൾ ചെന്ന് കയറിയ കണക്കാണ് അവരുടെ ഒരു ഫീല്. എത്ര സീറ്റ് മാറിയിരിക്കുന്നതെന്നറിയോ? പൈസ പോട്ടേന്ന് വെച്ചിട്ട് ഇറങ്ങി മാറുന്നുണ്ട്. ഇറങ്ങി മാറി ജനറലിൽ നിന്ന് മാറി എ സിയിൽ പോയിരിക്കേണ്ട അവസ്ഥ ഇവരെ കാരണമൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ജനറലിൽ ഇരുന്ന് നമുക്ക് സ്ഥിര യാത്രയുള്ളത് കൊണ്ട് ജനറലിൽ ഇരുന്ന് പോയാൽ മതി. എ സിയിലിരുന്നാണ് പോകണം. എന്തുകൊണ്ടാണ്? ഈ കണ്ടീഷൻ ഉള്ളതുകൊണ്ട്. പ്രതികരണശേഷി നല്ലോണം ഞാൻ പ്രതികരിച്ചതിൻ്റെ വിവരങ്ങൾ അടുത്ത ഷോർട്ട് വീഡിയോയിൽ, അതായിരിക്കുമല്ലോ എല്ലാവർക്കും ഇഷ്ടം, ഞാൻ പറയും. ഷോർട്ട് അല്ലാതെ ലോങ് ആയി പോകും. അത് ഇന്ന് ചെയ്യണോ വേണ്ടെന്ന ആലോചനയിലാണ്. എന്നാലാവട്ടെ. ശരി, താങ്ക് യു. അതുകൊണ്ട് മതത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അതാണല്ലോ തുടങ്ങി വെച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഏത് മതത്തിൽ നിന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ്. എന്നാൽ ശരി, ഞാനിപ്പോൾ 3 ഇതിലും ദൈവീകത എല്ലായിടത്തും ഉണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് വേണ്ടി കാർഡ് എടുക്കുമ്പം കിട്ടുന്നത് എന്താണെന്നറിയോ? യേശുവിനെ കിട്ടും, മറിയത്തിനെ കിട്ടും, കൃഷ്ണനെ കിട്ടും, ദേവിയെ കിട്ടും, അള്ളാഹിനെ കിട്ടും. ഇവരുടെ 3 പേരുടെ അനുഗ്രഹം കുഞ്ഞിന് കിട്ടിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായി? അല്ലാതെ ഞാൻ അമ്പലത്തിലോ മോസ്കിലോ ഒക്കെ പോകുമ്പം നിങ്ങളുടെ നാണെന്ന് ശത്രുക്കൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഈ തലയിൽ കൂടെ തുണിയിട്ട് അല്ലെങ്കിൽ മെഴുകുതിരിയും കത്തിച്ച് അല്ലെങ്കിൽ ചന്ദനക്കുറി ഇട്ടിട്ട് വിരലിത്തരം കാണിക്കും, മറ്റുള്ളവർ ദ്രോഹിക്കും. അപ്പോൾ ആ മതത്തിനെയും കൂടെ പറയിപ്പിക്കുന്ന രീതിയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഇനി മുതലെങ്കിലും മറ്റുള്ളവർ ദ്രോഹിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ മതി. ഉടനെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല, ശ്രമിക്കണം.